പ്രവാസികൾ സാമ്പത്തിക അച്ചടക്കമുള്ളവരാണോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമ്പത്തിക അച്ചടക്കം എല്ലാ ആളുകൾക്കും ആവശ്യമാണ്. അത് പ്രവാസികൾക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കും സാമ്പത്തികമായ ഒരു നിയന്ത്രണവും ഒക്കെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അപ്രതീക്ഷിതമായി നാം നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പെട്ടെന്നൊരു ജോലി നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ എന്തെങ്കിലും പാൻഡമിക് സിറ്റുവേഷൻസ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ പോസിബിലിറ്റി, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് യാതൊരു സമ്പാദ്യവും ഇല്ല എങ്കിൽ അത് ധാരാളം പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് പ്രവാസികൾക്ക് മാത്രമല്ല എല്ലാ ആളുകൾക്കും ഒരു സമ്പാദ്യശീലം ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് എപ്പോഴാണ് സമ്പാദ്യം തുടങ്ങേണ്ടത്, എപ്പോഴാണ് സേവിങ്സ് ആരംഭിക്കേണ്ടതെന്നുള്ളത്. സേവിങ്സ് ആരംഭിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയക്രമമൊന്നും പറയാൻ സാധിക്കത്തില്ല. നമുക്ക് എപ്പോൾ മുതലാണോ നമ്മൾക്ക് പണം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് സാലറി ആയിട്ടും മറ്റ് ഇനത്തിലും നമുക്ക് ലഭിക്കാൻ തുടങ്ങുന്നത്, ആ കാലം മുതൽ തന്നെ അല്പം മാറ്റിവെക്കുന്ന ശീലം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ജോലി ലഭിക്കുന്നത് ഒരു 25-ാമത്തെ വയസ്സിൽ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചാൽ 25 മുതൽ 45 വരെ ഒരു 20 വർഷം സമയം തീർച്ചയായിട്ടും അതിന് ഒരു നല്ല നിലയിൽ നമ്മൾ പണം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വരുമ്പോഴും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴും, വീട് വെക്കുന്നത്, വാഹനം വാങ്ങുന്നത്, അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ നമുക്കൊരു ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എപ്പോൾ നമുക്ക് സാലറി കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് വരുമാനം വന്നു തുടങ്ങുന്നു, ആ കാലം മുതൽ തന്നെ സേവിങ്സ് ആരംഭിക്കണം എന്നുള്ളത് തന്നെ അത് തന്നെ ആയിരിക്കും ഏറ്റവും അനുകരണീയമായിട്ടുള്ള ഒരു മാതൃക. അതുപോലെ തന്നെ ലഭിക്കുന്ന പണം, നമുക്ക് കിട്ടുന്ന പണം നമ്മൾ മാറ്റി വെക്കുന്നു, സേവ് ചെയ്യുന്നു, നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ശ്രദ്ധിക്കണം, ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ പണത്തിന് ഒരു ഗ്രോത്ത് ആവശ്യമാണ്. ഗ്രോത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഒക്കെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 4% ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ, ഓവറോൾ 4%മാണ് ഇൻഫ്ലേഷൻ പറയുന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് റൂറൽ ഏരിയ ആയാലും അർബൻ ഏരിയ ആയാലും ആവറേജ് ഏകദേശം 7%-ഓളം വ്യത്യാസമുണ്ട്. 7% ഇൻഫ്ലേഷൻ റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുന്ന പണം തരുന്ന ഒരു ഇൻട്രസ്റ്റ് ഒരു 7% ആണെങ്കിൽ മറ്റ് ടാക്സ് ഇനത്തിലുമൊക്കെ നമ്മൾ പണം കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷനെ പോലും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ പണം വളരാതെ പോകുന്നൊരു സാഹചര്യം വരും. അതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യുന്ന പണത്തിൻ്റെ ഒരു ഭാഗം കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കണം. ഇൻവെസ്റ്റ് ചെയ്ത് ആ പണത്തെ വളർത്താനായിട്ടുള്ള ശ്രമം നടത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ടുള്ള സമയങ്ങളിൽ അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനെങ്കിലും സാധിക്കത്തുള്ളൂ. വിലക്കയറ്റവും മാറി വരുന്ന നികുതി നിയമങ്ങൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നികുതി നിയമങ്ങൾ മാറി വരുന്നതും വിലക്കയറ്റത്തിനുണ്ടാകുന്ന ഈ വില കൂടുന്നതും ഒക്കെ ആളുകൾ കടമെടുത്തിട്ട് ഓൾറെഡി കടമെടുത്ത് ഉപയോഗിച്ച ആളുകൾ വീണ്ടും റീപേ ചെയ്യുന്ന സമയത്ത് ആ ആളുകൾക്ക് ഈ ഒരുപക്ഷെ ബെനിഫിറ്റ് ഉണ്ടാവാം. ഈ ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. എന്നാൽ ആളുകൾ ഫിക്സ്ഡ് ഇൻകം ഉള്ള ആളുകൾ, ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാഷ് സേവിങ്സ് ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. അതുകൊണ്ട് പണം മാറ്റിവെക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പർച്ചേസിങ് പവർ വളരെ കുറയും. നമ്മൾ നേരത്തെ വാങ്ങിയിരുന്നതിനേക്കാൾ കുറച്ച് സാധനം മാത്രമായി, പണ്ട് ഒരു 1000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഒരു വർഷം കഴിയുമ്പോൾ 1000 രൂപയ്ക്ക് അത്രയും വാങ്ങാൻ സാധിക്കത്തില്ല. കാരണം വില കൂടി അത്രയും. അപ്പം ആ പണത്തിൻ്റെ ഒരു വളർച്ച ഉണ്ടാകാനായിട്ട് നമ്മൾ സേവ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷനെ, ഈ വിലക്കയറ്റത്തെ എങ്ങനെ അതിജീവിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റിംഗ് ഇൻ അസറ്റ്സ്, അത് എങ്ങനെയുള്ള അസറ്റ് ആയിരിക്കണം? അത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിനേക്കാളൊക്കെ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന അസറ്റിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് സ്റ്റോക്സിലും ഷെയർസിലും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കൂടുതൽ റിട്ടേൺ ലഭിക്കുകയും നമുക്ക് ഇൻഫ്ലേഷനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ പ്രധാനമാണ്. നമ്മൾ കിട്ടുന്ന പണത്തെ നമ്മൾ സേവ് ചെയ്യുന്ന പണം പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇൻഫ്ലേഷനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത് സേവിങ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നൊരു കാര്യമാണ് പറയാനായിട്ട് ശ്രമിച്ചത്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ലിവിങ് ലെവല് ഈ തരത്തിലെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രവാസികൾ മാത്രമല്ല എല്ലാവരും തന്നെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പാലിക്കുകയും പണം
മാറ്റിവെക്കുകയും അത് വേണ്ടവണ്ണം അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്.